Hello guys, welcome back to my channel. Guys, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലൈറ്റ് പർപ്പിൾ ടു ബ്ലൂ തീം ജേർണലാണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള കുറേ ജേർണൽസ് ഫുൾ ഒരു കറക്റ്റ് പർപ്പിൾ തീമാണ്. അപ്പോൾ നമ്മുടെ പർപ്പിൾ ജേർണൽ കിറ്റ് വെച്ചിട്ടുള്ള ഒരു ബ്ലൂ തീം ജേർണലാണ് ആക്ച്വലി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലൈറ്റ് പർപ്പിൾ തീമും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബ്ലൂവിൽ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷേ ഇത്ര ഫുള്ളൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ഇത് കുറേയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ മെമോ കാർഡ്സും പിന്നെ സ്റ്റിക്കേഴ്സും പോസ്റ്റേഴ്സും പോളോയിഡ് കാർഡ്സും സ്റ്റാമ്പ്സും പിന്നെ ഇങ്ങനത്തെ ക്യൂട്ട് പോസ്റ്റേഴ്സൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിതുപോലെ തന്നെ നമ്മുടെ ജേർണൽ കിറ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർപ്പിൾ കിറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോത്ത് ബ്ലൂ ആൻഡ് പിങ്ക് തീം തന്നെ കിട്ടുന്നത്. പിങ്ക് എനിക്ക് അത്ര കിട്ടിയില്ലെങ്കിലും ബ്ലൂ എനിക്ക് നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു റെയിനി വെതറിലാണ് നമ്മൾ ഇന്നത്തെ ജേർണലും ചെയ്യുന്നത് കേട്ടോ. തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒട്ടിക്കാൻ പോകുന്നത് ഇതുപോലത്തെയാണ്. എനിക്ക് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ ഇതാണ് മെയിനായിട്ട് കിട്ടിയത്. അപ്പം ഞാൻ ആ പേജിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പേജ് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ്, നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിലും ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യാം. ഞാൻ കൊടുക്കാം കേട്ടോ. അതെ, നമ്മളങ്ങനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇത് ഒട്ടിച്ചു. അതിന് ശേഷം ഒരു പോളോയിഡ് കാർഡാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചത്. അതിന് ശേഷം നമ്മൾ സ്റ്റാമ്പാണ് നോക്കുന്നത്. സ്റ്റാമ്പിൽ 4 എണ്ണം ഞാൻ നോക്കിയിട്ട് ബ്ലൂ കണ്ടു. അതിലെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പർപ്പിൾ ആയിട്ടാണ് അതിൻ്റെ എഡ്ജസ്. ഇതിന് മാത്രമാണ് കുറച്ച് ബ്ലൂ ആയിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഇതിന് ഒട്ടിച്ചു. പക്ഷേ അതിലൊരു പർപ്പിൾ ഫ്ലവർ ഉള്ളതുകൊണ്ട് അവിടെയാണ് നമ്മൾ ലൈറ്റ് പർപ്പിൾ തീമിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അവസാനം ഈ ഒരു സീനറി പിക്ചറിന് നമുക്ക് ഈ ഒരു ബ്ലൂവിൽ കിട്ടാൻ വേണ്ടി മാത്രം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനത്തെ ഈ കാർഡ്സിൽ എനിക്ക് കൂടുതലും ഇതിനോട് മാച്ചായി തോന്നിയത് ഇതാണ്. ഒരു ബ്ലൂ തീം എനിക്ക് കറക്റ്റായി മാച്ചായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ അതായിട്ട് ഒട്ടിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലും കഴിഞ്ഞ ഷോർട്സിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ റീൽസാണ് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഡാൻസ് ആണോ അതോ വ്ളോഗ്സ് ആണോ അതോ ഇനി ഫൺ ക്രാഫ്റ്റ് രീതിയിലാണോ വേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ആരും കമൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. നമ്മുടെ ഈ ഒരു ബ്ലൂ പീസ് നമ്മളൊന്ന് കീറി കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതേ ഈ ഒരു സ്റ്റിക്കറാണ് കേട്ടോ ഉള്ളത്. ഈ സ്റ്റിക്കറിന് എനിക്കൊരു ബ്ലൂ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. എനിക്ക് അതിന് ബ്ലൂ ആയിട്ട് കുറച്ച് തോന്നിയത് ഇതാണ്. ഏതായാലും നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ ചെറുതായിട്ടൊരു ലൈറ്റ് പർപ്പിൾ തീം വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ടൈറ്റിൽ തന്നെ ലൈറ്റ് പർപ്പിൾ ടു ബ്ലൂ തീം ചെയ്തത്. പിന്നെ ഈ ഒരു വാഷി ടേപ്പ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു പർപ്പിളായിരുന്നു ഞാൻ ലാസ്റ്റ് വന്നത്. അപ്പോൾ അതൊന്ന് വെട്ടിക്കളഞ്ഞു. അതിന് ശേഷം നമ്മളൊരു വൈറ്റും ബ്ലൂവും തീമിലാണ് വന്നത്. ഫസ്റ്റ് വൈറ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്ലൂ ഒട്ടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ബ്ലൂ ക്ലൗഡൊക്കെ ഉള്ളതും പിന്നെ വൈറ്റിലൊരു കോട്ടുള്ളതും വന്നിട്ടോ. പിന്നെ ഈ ഇംഗ്ലീഷ് കോട്ടിൽ നമ്മൾ ട്രൈ എ ലിറ്റിൽ ഹാർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. അത് ബാക്ക് മാർക്കറിൻ്റെ ടോപ്പിന് മുകളിൽ ഒട്ടിച്ചിരിക്കുകയാണ് കുറച്ച് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ കറങ്ങി നമ്മൾ ജേർണലുള്ളത്. അതിന് ശേഷം നമ്മൾ പിന്നെയും വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ട് വൈറ്റ് കോട്ട് മുകളിലും പിന്നെ താഴെ ഇതുപോലെ ഒരു ബ്ലൂ തീമിൽ തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സിസേഴ്സ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു പറിച്ചെടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് കുറച്ച് നല്ല, അതായത് കറക്റ്റായിട്ട് കിട്ടുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കിത് ഈ ഒരു കോഡ് സ്റ്റിക്കേഴ്സിൽ തന്നെ നിങ്ങൾക്ക് കാണാനുണ്ടാവും. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബുള്ളറ്റ്സ് ഒക്കെ കാണും. അപ്പോൾ ആ ബുള്ളറ്റുകൾ ഞാനിവിടെ എടുത്ത് ഒട്ടിക്കാറുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ ജേർണലും ചെയ്യുന്നതാണ് കേട്ടോ. അത് കുറേ ജേർണൽ യൂസ് ചെയ്തിട്ട് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൊറിയൻ ജേർണൽ സ്റ്റിക്കേഴ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഇതുപോലെ ഒരു സർക്കിൾ തീം ഒരു ഡോണറ്റ് ഷേപ്പിലൊക്കെയാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ നമ്മളുടെ ആ ഒരു സീനറി പിക്കിൻ്റെ ആണ് നമ്മൾ 2 കോർണറിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് എവിടെ ഒട്ടിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ അങ്ങനെ ഫൈനലൈസ് ചെയ്ത് ഇവിടെ ഒട്ടിച്ചു. അതിന് ശേഷം അവിടെ ഒരെണ്ണം കൂടി ഒട്ടിച്ചു. പിന്നെ ഈ ഒരു വേറൊരു ഓവൽ ടൈപ്പ് ഷേപ്പിൻ്റെ അതിൽ കറക്റ്റ് ഞാൻ യൂസ് ചെയ്യാത്തൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ബ്ലൂ അല്ലായിരുന്നു, ഒരു ലൈറ്റ് പർപ്പിൾ ആയിരുന്നു. ഇവിടെയായിരുന്നു ഗൈസ് ആക്ച്വലി ലൈറ്റ് പർപ്പിൾ തീമായത്. പിന്നെ നമ്മൾ പറഞ്ഞ സ്റ്റിക്കർ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടോ. അപ്പോൾ മെയിൻലി പിന്നെ നമ്മുടെ ബ്ലൂ സ്കെച്ച് പെൻ വെച്ചിട്ട് മെയിനും കൂടി എഴുതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓവറാക്കേണ്ടെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഫുൾ കൺജസ്റ്റഡ് ആവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇത് കഴിഞ്ഞ ഒരു സ്പാർക്കിൾസ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.